എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായെന്ന് ഇതേ നിൽക്കുന്ന നിങ്ങളുടെ സഹോദരിമാര് അവരോട് ചോദിക്കും, അവരെന്നെ പറയും. അച്ഛനാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. അച്ഛൻ ഒരാളാ. ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൽ വന്ന് അച്ഛൻ വെറുതെ ബഹളം ഉണ്ടാക്കുമായിരുന്നു. ഡാൻസ് മത്സരത്തിനൊന്നും അല്ല, ഞങ്ങള് ചീത്തയൊക്കെ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു ടീച്ചർ അച്ഛൻ ഒരുപാട് തല്ലി. മോനെ മാധവൻകുട്ടി, ഇവര് പറയുന്നൊന്നല്ല സത്യം. നിർത്ത്. ഞാൻ പറയുന്നു കേട്ടിട്ട് നിർത്താനല്ലേ പറഞ്ഞത്? എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛൻ? ഞങ്ങളെ നോക്കണ്ട, ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ട, ഞങ്ങളെ ജീവിക്കാൻ വിട്ടാ മതി, മനസ്സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ. മേലാൽ അച്ഛനാണ് മക്കളാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നേക്കരുത്. ഞങ്ങൾ ഒരു കാര്യത്തിലും ഇടപെടരുത്, ഒരു കാര്യത്തിലും. എന്റെ പെൺമക്കളുടെ ജീവിതം നീ നശിപ്പിക്കുമല്ലടാ. ബാലേട്ടാ, ബാലേട്ടാ, മേനത്തെ ചട്ടമ്പി പിള്ളേർ ബസാലിട്ട് തല്ലുന്നു. നിന്നെ ഞാൻ കൊല്ലുടാം. വേണ്ട വേണ്ട പറഞ്ഞത്. എടോ, മേലാൽ തന്റെ തെട്ടമ്പിത്തരം എന്റെ അച്ഛന്റെ ഒരു തെടുത്തോണ്ടല്ലോ. എന്റെ ഭാര്യയുടെ അച്ഛനൊന്നും ഞാൻ നോക്കൂല, കൊന്നു പാടത്തിടും. അതിനു മുമ്പ് നിന്റെ അച്ഛന്റെ ശവം ഞാൻ പാടത്തിടറ. വിടറ, എന്നെ വിടറ. അയ്യോ, പൊള്ളിയതല്ല, അവന്റെ ഒരു ചവിട്ട് ഞാൻ ഇവിടെ കൊണ്ടാ തടുത്തത്. എന്തിനാച്ചാ ഈ അടിയും വഴക്കൊക്കെ ഉണ്ടാക്കണേ? അച്ഛൻ എപ്പോഴും അടി ഉണ്ടാക്കാറില്ലല്ലോ മോളെ. വഴക്കുണ്ടാക്കുമ്പോഴല്ലേ അച്ഛൻ അടി ഉണ്ടാക്കാറുള്ളൂ. അടി ഉണ്ടാക്കാത്തപ്പോ അച്ഛൻ വഴക്കുണ്ടാക്കാറില്ലല്ലോ. അച്ഛൻ എന്ത് പറഞ്ഞാലും കളിയാ. അച്ഛൻ എന്തെങ്കിലും ആയിപ്പോയാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അതിനല്ലേ നിങ്ങൾക്കൊരു വലിയേട്ടനെ നിർത്തിയിരിക്കുന്നത്, എന്റെ മോൻ മാധവൻകുട്ടി. അവൻ നോക്കിക്കോളൂടി. അവിടെയുള്ള 5 പേരും പോരാണ്ട, ഞങ്ങളും. ഓ, അവിടെ ആകെ 5 പേരല്ലേ ഉള്ളൂ. നിങ്ങൾ വെറും 2. 5ഉം 2ഉം 7. ഞാൻ പോയാലും ബാക്കി 7 ഉള്ളൂ. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടാ, നമ്മുടെ ജബ്ബാറിനെ പാടത്തിട്ട് ആരോ കുത്തി ചോരയിൽ കുളിച്ചു കിടക്കുന്ന കണ്ടാ ഞങ്ങൾ വരുന്നത്. മക്കള് വാതിലടച്ചു കിടന്നു. അച്ഛൻ ദാ വരുന്നു. ജബ്ബാറേ, പിള്ളച്ചേട്ടാ, അയ്യോ, ജബ്ബാർക്കയോ? അച്ഛൻ കിടന്നോ മക്കളെ? ജബ്ബാർക്കെ പാടത്തിട്ട് കുത്തിന്നും പറഞ്ഞ് ആരോ വന്ന് അച്ഛനെ വിളിച്ചോണ്ട് പോയല്ലോ. ചതിച്ചോ റബ്ബേ.
പിള്ളച്ചേട്ടാ ആരാ ഇത് ചെയ്തത്? പറ പിള്ളച്ചേട്ടാ, ആരാണ് ഇത് ചെയ്തത്? പറ പറ. വേണ്ട, എനിക്ക് പറയാൻ ഒരാളേ ഉള്ളൂ. എന്റെ മോൻ മാധവൻകുട്ടി. എന്റെ മാധവൻകുട്ടിയുടെ അടുക്ക കൊണ്ടുപോകും. അല്ല പിള്ളച്ചേട്ടാ, നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. എനിക്കൊരു ആശുപത്രിയിലും പോണ്ട. എനിക്കെന്റെ മാധവൻകുട്ടിയുടെ അടുക്ക പോയാ മതിന്ന്. ഞാൻ കൊണ്ടുവരാം പിള്ളച്ചേട്ടാ മാധവൻകുട്ടി. ആശുപത്രിയിൽ ഞാൻ കൊണ്ടുവരും മാധവൻകുട്ടി. നമുക്കിപ്പോ ആശുപത്രിയിലേക്ക് പോവാം. വാ. മാധവൻകുട്ടി, മാധവൻകുട്ടി, മാധവൻകുട്ടി. എന്താ മാധവട്ടം ഭക്ഷണം കഴിക്കാനുള്ളൂ? വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഒന്ന് വിളിക്കോ? എന്താ കാര്യം? പിള്ളച്ചേട്ടന് ആരൊക്കെ ചേർന്ന് വഴിയിലിട്ട് കുത്തി. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടാ വരുന്നത്. പിള്ളച്ചേട്ടന് മാധവൻകുട്ടി ഒന്ന് കാണണമെന്ന്. എന്നിട്ട് എന്തിനാ അച്ഛൻ ചെയ്യുന്ന വേണ്ടാതിനൊക്കെ ഏട്ടനെയും കൂടെ കൂട്ടാനാ? പോയെ, ഞങ്ങളുടെ ഏട്ടനൊന്നും വരില്ല. എന്താ അവിടെ? മാധവൻകുട്ടി, താനൊന്നും പറയണ്ട മാധവട്ട. അച്ഛൻ പിന്നെ ആരാണ്ടൊക്കെ ആയിട്ട് അടിയും കുത്തുമൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ ഹോസ്പിറ്റലിലാ. അങ്ങോട്ട് മാധവട്ടിനോട് ചെല്ലാൻ. മാധവൻകുട്ടി ഒന്ന് പെട്ടെന്ന് വരണം. ആരോ ചതിച്ചു കുത്തിയതാ. ആരാ ചെയ്തതെന്ന് പോലീസുകാർ ചോദിച്ചിട്ട് പോലും പറയുന്നില്ല. മാധവൻകുട്ടി വന്നാലേ പറയൂ. എന്തിനാ ഏട്ടൻ വന്നാലേ പറയുന്നു വാശി പിടിക്കുന്നേ? ഏട്ടനും പോയി അടിയും ബഹളം ഉണ്ടാക്കാനാ? അതിനൊന്നും ഏട്ടന് കിട്ടില്ല. താൻ പോയേ. അങ്ങനെ പറയരുത്. തന്നോട് പോകാനല്ലേ പറഞ്ഞത്?